അപകടത്തിൽപ്പെട്ട വാൻഹായ് 503 കപ്പലിന്റെ വ്യോമ നിരീക്ഷണത്തിനായി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഡോണിയർ വിമാനം പുറപ്പെട്ടു. അതീവ ഗുരുതരമായ 157 രാസവസ്തുക്കളാണ് കപ്പലിലുള്ളത്. തീയണക്കാൻ കോസ്റ്റ് ഗാർഡും അഗ്നിശമന സേനയും സംയുക്തമായ ശ്രമം തുടരുകയാണ്. ബേപ്പൂരിന് 88 നോട്ടിക്കൽ മൈൽ അകലെ അപകടത്തിൽപ്പെട്ട വാൻഹായ് 503 കപ്പലിന്റെ വ്യോമ നിരീക്ഷണത്തിനായി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഡോണിയർ വിമാനം പുറപ്പെട്ടു. രാത്രി മുഴുവൻ സാച്ചേത്, സമുദ്രപ്രഹരി എന്നീ കോസ്റ്റ് ഗാർഡ് കപ്പലുകളുടെ അഗ്നിശമന സേന സംഭവസ്ഥലത്ത് എത്തിയിരുന്നു. നാവികസേനയും കോസ്റ്റ് ഗാർഡും സംയുക്തമായി രക്ഷാപ്രവർത്തനത്തിലുണ്ട്. തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങളും പുരോഗമിക്കുകയാണ്. കപ്പലിൽ ഇടയ്ക്കിടെ പൊട്ടിത്തെറിയുണ്ടായതിനാൽ നിരവധി കണ്ടെയ്നറുകളാണ് കടലിൽ വീണത്. അതീവ ഗുരുതരമായ രാസവസ്തുക്കളുള്ള 157 കണ്ടെയ്നറുകൾ കപ്പലിൽ ഉള്ളതാണ് വലിയ ആശങ്കയ്ക്ക് കാരണം. വാൻഹായ് 503 എന്ന കപ്പലിൽ ക്ലാസ് 3 വിഭാഗത്തിൽപ്പെടുന്ന കണ്ടെയ്നറുകളുണ്ട്. എളുപ്പത്തിൽ തീപിടിക്കാവുന്ന ദ്രാവകങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ക്ലാസ് 4.1 വിഭാഗത്തിൽപ്പെടുന്ന എളുപ്പത്തിൽ തീപിടിക്കാവുന്ന ഖരവസ്തുക്കൾ, ക്ലാസ് 4.2 വിഭാഗത്തിൽപ്പെടുന്ന എളുപ്പത്തിൽ തീപിടിക്കാവുന്ന വസ്തുക്കൾ, ക്ലാസ് 6 വിഭാഗത്തിൽപ്പെടുന്ന വിഷവസ്തുക്കൾ എന്നിവയാണ് കപ്പലിലെ കണ്ടെയ്നറിലുള്ളത്. സാഹചര്യം വിലയിരുത്താൻ കൊച്ചിയിൽ ഉന്നതതല യോഗം ചേരും. യോഗത്തിൽ സംസ്ഥാന സർക്കാർ, നാവികസേന, കോസ്റ്റ് ഗാർഡ്, മറ്റ് കേന്ദ്ര ഏജൻസികൾ, കേരള മാരിടൈം ബോർഡ് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും. അതേസമയം അപകടത്തിൽ പരിക്കേറ്റ് മംഗളൂരുവിൽ കഴിയുന്ന 2 ജീവനക്കാരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. ഇവരുടെ ശ്വാസനാളിക്കും ശ്വാസകോശത്തിനും ഉൾപ്പെടെ പൊള്ളലേറ്റതായി ഡോക്ടർമാർ പറഞ്ഞു. പൊള്ളലേറ്റ് 6 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. ഇതിൽ 3 പേർ ചൈനക്കാരും 2 മ്യാൻമാർ പൗരന്മാരും 1 ഇന്തോനേഷ്യൻ പൗരനുമാണുള്ളത്. കാണാതായ 4 പേർക്കായി തിരച്ചിൽ തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് മെട്രോ 7. 2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,